ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് പുതിയ സിലബസ് പ്രകാരം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം, അടുത്തത് ഏത് അല്ലേ? വാട്ട്സ് കം നെക്സ്റ്റ് അല്ലേ? അടുത്ത നെക്സ്റ്റ് വരുന്നത് എന്താണ് അല്ലേ? വാട്ട്സ് കം നെക്സ്റ്റ് അല്ലേ? അടുത്തത് ഏത്? വിട്ടുപോയ സ്ഥലങ്ങളിൽ സംഖ്യകൾ കണ്ടെത്തി എഴുതൂ. ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പേഴ്സ്. മിസ്സായിട്ടുള്ള അല്ലേ, ഇവിടെ വിട്ടുപോയിട്ടുള്ള നമ്പേഴ്സ്, മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് 100 ആണല്ലേ, 100 പിന്നെ എന്താണ് 2 ആഡ് ചെയ്തിട്ടില്ലേ? 101 ഇല്ല അല്ലേ, 101 ഇല്ല, 102 ആണുള്ളത് അല്ലേ, 102 ആണുള്ളത്. ദെൻ 104 ആണുള്ളത് അല്ലേ, 103 ഇല്ല, 4 ആണ്. നെക്സ്റ്റ് 5 വേണ്ട അല്ലേ, 105 ഇല്ല അല്ലേ, 100 0 കഴിഞ്ഞിട്ട് 1 ഇല്ലാതെ 2 ആണ്. ദെൻ 3 ഇല്ലാതെ 4 ആണ്. അപ്പോൾ എന്താണ് 5 വേണ്ട അല്ലേ, 6 എഴുതിയാൽ മതി. അപ്പോൾ 106 എഴുതുക അല്ലേ. 106 ഒന്ന് ഇടവിട്ട് ഇല്ലേ, ഒന്നില്ലാതെ നമ്മൾ എഴുതേണ്ടതില്ലേ. 3 ഇല്ല, 4 എഴുതി, 5 ഇല്ല, 6 എഴുതി അല്ലേ, 7 ഇല്ല, 8 എഴുതി. ഇനി 9 ഇല്ല, 10 ആണോ അടുത്ത് വരിക? 108, 109, 110 ഇല്ലേ. 110 അടുത്തത് 10 ഇവിടെ 8 കഴിഞ്ഞാൽ 9 ഇല്ലാതെ 10 ഇല്ലേ, 110, 110 ഇല്ലേ. 110 ആണ് നെക്സ്റ്റ് വരിക. എന്നിട്ട് 11 വേണ്ട അല്ലേ, 11 ഇല്ലാതെ 12 എഴുതുക അല്ലേ, 12. ഇനി എന്താണ് 13 ഇല്ലാതെ 14 എഴുതുക അല്ലേ, 114 ഇല്ലേ. നെക്സ്റ്റ് 1 തന്നെയാണ് അല്ലേ, 114 എഴുതുക. നെക്സ്റ്റ് വേറൊരു പാറ്റേൺ അല്ലേ, ഇതൊരു പാറ്റേൺ ആണ്. വാട്ട്സ് കം നെക്സ്റ്റ് അല്ലേ, അടുത്തത് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 17 തന്നിട്ടുണ്ട്, 18ഉം 19ഉം ഇല്ലാതെ 20 ആണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് 21ഉം 22 ഇല്ലാതെ 23 ആണ്. അപ്പോൾ 2 എണ്ണം വിട്ടിട്ടാണ് അല്ലേ, 2 നമ്പേഴ്സ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഏതൊക്കെയുള്ളത്? 18ഉം 19ഉം വേണ്ട അല്ലേ. 2 നമ്പേഴ്സ് ഇല്ലാതെ അടുത്ത 20 ആണ് എഴുതിയിട്ടുള്ളത് അല്ലേ. 17 കഴിഞ്ഞിട്ട് 18ഉം 19ഉം വേണ്ട, 20 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ 21, 22 വേണ്ട, 23 ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത 2 എണ്ണം ഇല്ലാതെ അടുത്തതാണ് നമ്മൾ എഴുതേണ്ടതില്ലേ. 23 കഴിഞ്ഞാൽ 24, 25 2 എണ്ണം നമ്മൾ എഴുതേണ്ട. നെക്സ്റ്റ് എന്താണ് 26 എഴുതുക അല്ലേ. 23 കഴിഞ്ഞാൽ 24, 25ഉം എഴുതണ്ട. ദെൻ 26 എഴുതുക. ദെൻ 27, 28 എഴുതണ്ട, 29 എഴുതുക. 30ഉം 31 എഴുതണ്ട, 32 എഴുതുക. 33, 34 എഴുതണ്ട, 35 ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ദെൻ 35 കഴിഞ്ഞാൽ 36, 37 എഴുതണ്ട, 38 എഴുതുക അല്ലേ. 2 എണ്ണം അല്ലേ, 2 എണ്ണം ഇതിൻ്റെ ഇടയിൽ വിട്ടിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് 2 എഴുതണ്ട അല്ലേ, ഇത് 2 ഇല്ലാതെയാണ് അടുത്തത് എഴുതിയിട്ടുള്ളത് അല്ലേ. 17, 20, 23, 26, 29, 32, 35, 38 അല്ലേ. 2 നമ്പേഴ്സ് ഇടയിൽ നമ്മൾ വിട്ടിട്ടില്ലേ. ഒരു പാറ്റേൺ എന്താണ്, ഇടയിലൊരു പൊതുവായിട്ടുള്ള വ്യത്യാസം, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ. 17 കഴിഞ്ഞിട്ട് നമ്മൾ 17 കഴിഞ്ഞിട്ട് 18ഉം 19ഉം ഇല്ലാതെ 20, 21ഉം 22 ഇല്ലാതെ 23, അങ്ങനെ 2 എണ്ണം വിട്ടിട്ടുള്ള പാറ്റേൺ ആണ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കുക. നെക്സ്റ്റ് 40 ഇവിടെ തന്നിട്ടുണ്ട്, ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എന്താണ് 40 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് 36, 32 എങ്ങനെ കുറഞ്ഞ് പോവുകയാണ് അല്ലേ. 36 കഴിഞ്ഞാൽ ഇവിടെ എത്ര വ്യത്യാസമുണ്ട്? 36 കഴിഞ്ഞാൽ 37, 38, 39, 40 അല്ലേ. അപ്പോൾ 40ലേക്ക് എത്താൻ 4 അല്ലേ, 4 എണ്ണം കുറഞ്ഞിട്ടാണ് 36 ആയത്. പിന്നെ നമ്മൾ 4 മൈനസ് ചെയ്യുമ്പോൾ 36, 32 ആയി അല്ലേ. 36 നിന്ന് 35, 34, 33, 32 അല്ലേ. വീണ്ടും നമ്മൾ 4 മൈനസ് ചെയ്തപ്പോൾ 32 ആയി. ദെൻ വീണ്ടും നമ്മൾ 4 മൈനസ് ചെയ്യുക അല്ലേ. കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ള വ്യത്യാസം വേണം നമ്മളൊരു പാറ്റേൺ എഴുതുമ്പോൾ അല്ലേ. അപ്പോൾ 4 മൈനസ് ചെയ്തില്ലേ, കുറഞ്ഞ് വരികയാണ്. 36, 32 ആയി. 32 നിന്ന് 4 മൈനസ് ചെയ്താൽ 32 അല്ലേ, താഴോട്ട് പോകാം അല്ലേ. 31, 30, 29, 28 അല്ലേ. 28 ആണ് നെക്സ്റ്റ് വരിക. 28 കഴിഞ്ഞിട്ട് 4 മൈനസ് ചെയ്യുക അല്ലേ. 4 കുറച്ചാൽ 28 നിന്ന് 27, 26, 25, 24. അപ്പോൾ 24. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാവും അല്ലേ, കുറഞ്ഞ് വരുന്നുണ്ട്. 24 നിന്ന് 4 4 ആഡ് ചെയ്താൽ 28, ദെൻ 4 ആഡ് ചെയ്താൽ 32, ദെൻ 4 ആഡ് ചെയ്താൽ 36, ദെൻ 4 ആഡ് ചെയ്താൽ 40. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് വരുന്ന പാറ്റേൺ ഉണ്ടാവും, ഇങ്ങനെ കൂടി വരുന്ന പാറ്റേൺ ഉണ്ടാവും അല്ലേ. ഓരോ കോമൺ ആയിട്ട് ഡിഫറൻസ് ഇവിടെ 2 എണ്ണം അല്ലേ, ഇവിടെ 1 ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, ഓരോന്ന് കൂട്ടി ചെയ്താണല്ലേ. ഇവിടെ നമ്മൾ 2 ആഡ് ചെയ്ത് എഴുതുന്ന പാറ്റേൺ ആണ് അല്ലേ. 100 കഴിഞ്ഞാൽ 102, 104, 2 ആഡ് ചെയ്ത് എഴുതുന്ന പാറ്റേൺ ആണ്. ഇവിടെ നമ്മൾ എത്രയാണ് 3 ആഡ് ചെയ്ത് എഴുതുന്ന പാറ്റേൺ ആണല്ലേ. 23, 26, 29, 32 അല്ലേ. 3 ആഡ് ചെയ്ത് എഴുതി. നെക്സ്റ്റ് നമ്മൾ 4 ആഡ് ചെയ്ത് എഴുതുന്ന പാറ്റേൺ ആണ് ഇത്.
ഇവിടെ 110 10 മൈനസ് ആയില്ലേ 100 90 മൈനസ് ആയാലും എത്ര 10 10 കുറഞ്ഞ് വരികയാണല്ലേ 80 70 60 50 40 30 20 10 അങ്ങനെ വരും മൈനസായി 10 ഇങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്തില്ലേ മൈനസായി കുറഞ്ഞ് വരുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടുന്ന് 10 പോയില്ലേ 110 10 പോയാൽ 100 ആയി, പിന്നെ ഒരു 10 100 ഒരു 10 മൈനസ് ചെയ്താൽ 90 ആയി, 90 10 മൈനസ് ചെയ്താൽ 80 70 60. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലേ. എന്തെങ്കിലും ഇല്ലേ നമുക്കൊരു പാറ്റേൺ എഴുതാൻ ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം 10 20 30 40 50 അതൊരു പാറ്റേൺ ആണ് അല്ലേ. 100 200 300 400 500 അത് വേറൊരു പാറ്റേൺ ആണ്. ഷേപ്പ് വെച്ചിട്ടുള്ള പാറ്റേൺ ഇല്ലേ ഇങ്ങനെയാണെങ്കിൽ ഒരു സർക്കിൾ ഒരു ട്രയാങ്കിൾ ഒരു സർക്കിൾ അടുത്ത ട്രയാങ്കിൾ ആയിരിക്കും അടുത്തതായിരിക്കും സർക്കിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേണുകളും ഉണ്ടാവില്ലേ. വാട്ട്സ് കം നെക്സ്റ്റ് അടുത്തത് ഏതാണ് അല്ലേ. അപ്പോൾ ഓരോ കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉള്ളതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഹൗ മച്ച് മോർ എത്ര കൂടുതൽ. റിജോ ഹാസ് 150 റുപ്പി നോട്ട്. റിജോക്ക് എന്താണ് ഒരു 50 രൂപയുടെ നോട്ടാണ് 150 റുപ്പി നോട്ട്. 2 10 റുപ്പി നോട്ട്സ് ആൻഡ് 2 1 റുപ്പി കോയിൻസ്. 2 10 രൂപ നോട്ടുകളിലെ 2 10 റുപ്പി നോട്ട്സ് 2 1 റുപ്പി നോട്ട്സിലെ 2 1 രൂപ നോട്ടുകളും ഉണ്ട് അല്ലേ. 2 1 രൂപ കോയിനുകളില്ലേ 1 രൂപയുടെ കോയിനല്ല ഉള്ളത് 1 രൂപ കോയിനുകളും ഉണ്ട്. 10 രൂപേൻ്റെ നോട്ടാണല്ലേ 10 രൂപേൻ്റെ 2 നോട്ടുണ്ട് 50 രൂപയുടെ 1 നോട്ടുണ്ട്. ഹൗ മച്ച് മണി ഡസ് റിജോ ഹാവ് ഇൻ ടോട്ടൽ. അപ്പോൾ റിജോക്ക് ടോട്ടലില്ലേ ആകെ എത്ര മണിയില്ലേ എത്ര പൈസ ഉണ്ട്. അപ്പോൾ ഒരു 50 രൂപയുണ്ട് അല്ലേ 150 റുപ്പീസിലെ ഒരു 50 രൂപയുണ്ട്. പിന്നെ എത്രയാണ് 2 10 രൂപ 2 10 റുപ്പീസ് പറഞ്ഞാൽ 20 അല്ലേ 10ഉം 10ഉം 20. നിങ്ങളുടെ അടുത്ത് 2 10 റുപ്പീസ് നോട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്രയാണത് ഒരു 10 2 10 അല്ലേ 20 റുപ്പീസാണ്. അപ്പോൾ 20 റുപ്പീസ് 2 10 റുപ്പീസ് പറഞ്ഞാൽ 20 റുപ്പീസാണ്. 2 1 റുപ്പിയിലെ 1 രൂപയും 1 രൂപയും 2 രൂപ അല്ലേ. 2 1 റുപ്പി എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 രൂപയും 1 രൂപയും 2 രൂപയുണ്ട് അല്ലേ. അപ്പോൾ ആകെ ടോട്ടൽ എത്രയാണ് 0യും കൂട്ടിയാൽ 0 തന്നെയാണല്ലേ. അപ്പോൾ 0യും 2ഉം അല്ലേ 0യിലേക്ക് 2 ആഡ് ചെയ്താൽ 2 5ലേക്ക് 2 ആഡ് ചെയ്താൽ എത്രയാണ് 5 6 7 അല്ലേ 72 ആണ് ടോട്ടൽ അല്ലേ. ടോട്ടൽ റിജോക്ക് കിട്ടിയത് 72 ആണ്. യു ഹാവ് ഗോട്ട് എ നമ്പർ റൈറ്റ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്. നമുക്കൊരു നമ്പർ കിട്ടി ഏതാണ് 72. ആ 72ൻ്റെ വ്യത്യസ്ത മെത്തേഡുകളിലെ വ്യത്യസ്ത രീതിയിൽ എഴുതാനാണ് നിങ്ങൾക്ക് കിട്ടിയ സംഖ്യയെ വ്യത്യസ്ത രീതിയിൽ എഴുതുക അല്ലേ. 72 72 ആണ് കിട്ടിയത്. 72നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം 72നെ ഡിഫറെൻറ്റ് മെത്തേഡിൽ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ 72നെ നമുക്ക് 70 + 2 72 ആണ് അല്ലേ. 70യോട് 2 ആഡ് ചെയ്തത് 72 ആണ് അല്ലേ. നെക്സ്റ്റോ 75ന്ന് എത്രയാണ് ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണം അല്ലേ. എത്ര കുറയ്ക്കണം 72 കിട്ടാൻ ഒരു 3 മൈനസ് ചെയ്താൽ എത്രയാണ് അല്ലേ. 3 മൈനസ് ചെയ്താൽ 5ന്ന് 3 പോയാൽ 2 അല്ലേ. ഒരു 3 മൈനസ് ചെയ്താൽ 72 ആയി. 72 73 74 75 അല്ലേ. ഒരു 3 മൈനസ് ചെയ്താൽ നമുക്ക് 72 കിട്ടി അല്ലേ. 72ന്ന് 3 ആഡ് ചെയ്താൽ 75 ആണ് അല്ലേ. അപ്പോൾ 75ന്ന് ഒരു 3 മൈനസ് ചെയ്യണം 72 ആവാൻ അല്ലേ. 5 4 3 2 അല്ലേ. 5 4 3 2 അല്ലേ. എത്ര എണ്ണം മൈനസ് ചെയ്യണം 1 2 3 അല്ലേ. ഒരു 3 എണ്ണം മൈനസ് ചെയ്യണം അല്ലേ. 3 നമ്പർ മൈനസ് ചെയ്താൽ 72 കിട്ടി. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ 72നെ എഴുതാം. ഒരു 50 രൂപയുടെ നോട്ടിൽ 50 രൂപേൻ്റെ ഒരു നോട്ട് എടുത്താൽ എത്ര കൂടെ ആഡ് ചെയ്യണം അല്ലേ 72 കിട്ടാൻ. 72ലേക്ക് എത്താൻ എത്ര ആഡ് ചെയ്യണം 50 60 70 ഒരു 20 രൂപയുടെ ആഡ് ചെയ്താൽ 70 ആയി. പിന്നെ ഒരു 2 കൂടി വേണം അല്ലേ. അപ്പോൾ 22 അല്ലേ. ഒരു 22 എടുത്താൽ 72 ആയില്ലേ. 50 60 72 അല്ലേ. 22 ആഡ് ചെയ്താൽ 72 കിട്ടി. പിന്നെ ഏത് മെത്തേഡിൽ നമുക്ക് എഴുതാം 72നോട് 1 ആഡ് ചെയ്താൽ എത്രയാണ് 73 ആണ്. അപ്പോൾ 73ന്ന് നമുക്കൊന്ന് മൈനസ് ചെയ്താൽ 72 കിട്ടിയില്ലേ. 72 എങ്ങനെയൊക്കെ കിട്ടുമെന്നാണ് ചോദിച്ചത്. 72 ആണ് നമുക്ക് കിട്ടേണ്ടത്. 72 72 72 എങ്ങനെയൊക്കെ കിട്ടുക 72നോട് 1 ആഡ് ചെയ്താൽ 73. അപ്പോൾ 73ന്ന് 1 മൈനസ് ചെയ്താലും നമുക്ക് 72 കിട്ടും 72 കിട്ടും. അപ്പോൾ ഏത് നമ്പറാണോ അതിൽ നിന്ന് നമ്മൾ 1 ആഡ് ചെയ്താൽ എത്രയാണ് 1 കുറച്ചാൽ എത്രയെന്നൊക്കെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ ഇങ്ങനെ തന്നിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എങ്ങനെയൊക്കെ കിട്ടും ഈ 72 എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലെ ഏതെങ്കിലും നമ്പർ 50 എങ്ങനെയൊക്കെ കിട്ടും അല്ലെ 50നോട് അല്ലെ 50 കിട്ടണമെങ്കിൽ 51ന്ന് 1 മൈനസ് ചെയ്താൽ 50 ആണ്. 55ന്ന് എത്ര മൈനസ് ചെയ്താലാണ് 50 അല്ലെ. അതേപോലെ തന്നെ 49നോട് 1 ആഡ് ചെയ്തതാണ് എന്ത് 50 എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാം അല്ലെ. 72 എന്ന് പറയുന്നത് 70 + 2 ആണ് അല്ലെ. അപ്പോൾ ഓരോന്നും നിങ്ങൾക്കിപ്പോൾ ഒരു നമ്പർ 10 ആണെന്ന് വിചാരിക്കുക അല്ലേ. 10 ആണ് നിങ്ങളുടെ നമ്പറെങ്കിൽ 10 കിട്ടാൻ എങ്ങനെയൊക്കെ എഴുതാം 5 + 5 10 ആണ് അല്ലേ.
അതേപോലെ 9 + 1 10 ആണ് അല്ലേ. 11 - 1 10 ആണ്. 11 ഒന്ന് മൈനസ് ചെയ്തത് 10 ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് 10 കിട്ടുന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് 10ൻ്റെ മെത്തേഡ് എഴുതാം. അതുപോലെ ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടുമോ അങ്ങനെയൊക്കെ എഴുതാൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മാത്സിൻ്റെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രൂട്ട് ഷോപ്പ് അല്ലേ, ഫ്രൂട്ട്സ് കട. ഈറ്റിംഗ് ഫ്രൂട്ട്സ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് അല്ലേ. ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണില്ലേ, ആരോഗ്യകരമാണ്. ദിയ ആൻഡ് റിജോ റീച്ച്ഡ് ദി ഫ്രൂട്ട് ഷോപ്പ്. അങ്ങനെ ദിയയും റിജോയും ഫ്രൂട്ട് ഷോപ്പിലെത്തി. പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഓരോ ഫ്രൂട്ട്സിനും എത്ര രൂപയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഐറ്റം പ്രൈസ്, ഡ്രാഗൺ ഫ്രൂട്ടിന് എത്രയാണ്? 95 റുപ്പീസാണ്, 95 രൂപയാണ്. ബനാനക്ക് 60 രൂപയാണ്. ആപ്പിളിന് 90 റുപ്പീസാണ്. ഓറഞ്ചിന് 52 റുപ്പീസ്. ഗോവ അല്ലെ, പേരക്കക്ക് 35 റുപ്പീസ്. ഗ്രേപ്സ് മുന്തിരിക്ക് 64 രൂപയാണ്. മാങ്ങക്ക് 48 രൂപയാണ്. ബനാന, ആപ്പിൾ, ഓറഞ്ച് ഓരോ ഫ്രൂട്ട്സിൻ്റെയും എത്ര രൂപയാണ് അല്ലെ, 1 കിലോഗ്രാമിന് എത്ര രൂപയാണെന്ന് തന്നിട്ടുണ്ട്. വിച്ച് ഫ്രൂട്ട് ഈസ് കോസ്റ്റ്ലി? ഏറ്റവും വില കൂടിയ പഴം ഏതാണ്, ഫ്രൂട്ട് ഏതാണ് ഇതിൽ ഏറ്റവും കോസ്റ്റ്ലി അല്ലേ. ഏറ്റവും വലിയത് ഏതാണ്? 90 ആണോ? 90നേക്കാൾ വലുത് വേറെ ഉണ്ടോ? 35, 52, 90, 95 ഉണ്ട് അല്ലേ. ഏറ്റവും വലിയ സംഖ്യ 95 അല്ലേ, 90നേക്കാൾ വലുത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ട് അല്ലേ, ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് നോക്കിയിട്ട് എടുത്തെഴുതുക. ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് ഈ ബോക്സിൽ എഴുതുക. ഡ്രാഗൺ ഫ്രൂട്ടാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള, ഏറ്റവും വില കൂടിയിട്ടുള്ള ഫ്രൂട്ട്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റിജോ ബ്രോട്ട് 1 കിലോഗ്രാം ഓഫ് ബനാന ആൻഡ് 1 കിലോഗ്രാം ഓഫ് ഗ്രേപ്സ്. വാട്ട് വിൽ ബി ദി ടോട്ടൽ എമൗണ്ട്? റിജോ എന്താണ് 1 കിലോ ബനാനയും 1 കിലോഗ്രാം ഗ്രേപ്സ് മുന്തിരിയും വാങ്ങി. അപ്പോൾ ടോട്ടലിൽ ആകെ എത്ര വാങ്ങിയിട്ടുണ്ട് അല്ലേ. 1 കിലോഗ്രാം ബനാനയുടെ വില എത്രയാണ്? 1 കിലോഗ്രാം ബനാനയുടെ വില എത്രയാണ്? 1 കിലോ ബനാനയുടെ വില 60 റുപ്പീസാണ്. അതുപോലെ എന്താണ് 1 കിലോ ഗ്രേപ്സ് മുന്തിരിയുടെ വില എത്രയാണ്? 1 കിലോ ഗ്രേപ്സിൻ്റെ വില 64 റുപ്പീസാണ്. ടോട്ടൽ എമൗണ്ട് ആകെ തുക അല്ലെ, ആകെ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ബനാനയുടെയും ഗ്രേപ്സിൻ്റെയും ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുക. ബനാന 60 റുപ്പീസ് പ്ലസ് എത്രയാണ്? ഗ്രേപ്സ് മുന്തിരി 64 രൂപയാണ്. അപ്പോൾ 60, 64 എത്രയാണ്? 0 + 4 0 + 4 4. 6ഉം 6ഉം എത്രയാണ്? 12 അല്ലേ. 1 2 4 124 124 എന്ന് നമുക്ക് ടോട്ടൽ കിട്ടും. ടോട്ടൽ എമൗണ്ട് കാണാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക അല്ലേ. 60 + 64 അല്ലേ. 6ഉം 6ഉം എത്രയാണ്? 12 അല്ലേ. 6 + 6 12 ആണ്. അപ്പോൾ 124 അല്ലേ. 124 124 എന്ന് നമുക്ക് എമൗണ്ട് ആൻസർ കിട്ടും. റുപ്പീസിലെ രൂപ 124 രൂപയായിട്ടുണ്ട്. 1 കിലോഗ്രാം ബനാനക്ക് 60 രൂപ, 1 കിലോ ഗ്രേപ്സിന് മുന്തിരിക്ക് എത്രയാണ്? 64 രൂപ. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ 124 രൂപയായിട്ടുണ്ട് ടോട്ടലില്ലേ. 124 രൂപക്ക് നമ്മൾ ഫ്രൂട്ട് വാങ്ങി. റിജോ വാങ്ങിയ ഫ്രൂട്ട്. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ഫോർ ദിയ ടു ബൈ 1 കിലോഗ്രാം ഓഫ് മാംഗോ ആൻഡ് 1 കിലോഗ്രാം ഓഫ് ഗോവ? 1 കിലോ മാങ്ങയും 1 കിലോ ഗോവ പേരക്കയും വാങ്ങാൻ ദിയക്ക് എത്ര രൂപ വേണം? എത്ര മണി ആവശ്യമാണ്? എത്ര പൈസ ആവശ്യമാണ്? 1 കിലോഗ്രാം മാംഗോയും 1 കിലോഗ്രാം ഗോവയും പേരക്കയും വാങ്ങാൻ ദിയക്ക് എത്ര രൂപ വേണം? അപ്പോൾ 1 കിലോഗ്രാം മാങ്ങ അല്ലേ, 1 കിലോഗ്രാം മാംഗോൻ്റെ വില എത്രയാണ്? 48 റുപ്പീസാണ്. 1 കിലോ ഗോവ അല്ലേ, പേരക്കയുടെ വില 1 കിലോ ഗോവ അല്ലേ, പേരക്കയുടെ വില എത്രയാണ്? 35 റുപ്പീസാണ്. അപ്പോൾ ആകെ എത്ര വേണം ദിയക്ക്? ഇത് രണ്ടും വാങ്ങാൻ എത്ര രൂപ വേണം? 48 + 35 അല്ലേ. ഇത് രണ്ടുമാണ് വാങ്ങേണ്ടത്. 48 രൂപയും വേണം അല്ലേ. മാംഗോ വാങ്ങാൻ 1 കിലോ മാങ്ങ വാങ്ങാൻ 48 രൂപ വേണം. 1 കിലോ പേരക്ക വാങ്ങാൻ ഗോവ വാങ്ങാൻ 35 രൂപയും വേണം. 48 രൂപയും വേണം, 35 രൂപയും വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ എത്ര വേണം അല്ലേ? ഹൗ മച്ച് മണി അല്ലേ, ടോട്ടൽ എത്ര രൂപ വേണം? 48 + 35 അല്ലേ. 48 35 എത്രയാണ്? 8 5 എത്രയാണ്? 8 9 10 11 12 13. 13ന് 3 ശിഷ്ടം ബാലൻസ് 1. പിന്നെ ആ 1 നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടണം അല്ലേ. ആഡ് ചെയ്യുമ്പോൾ 4ഉം 1ഉം 5 അല്ലേ. 5ഉം 6 7 8 5ഉം 3ഉം 8. അപ്പോൾ 83 രൂപ വേണം. 83 റുപ്പീസിലെ രൂപ വേണം. RS റുപ്പീസ് 53 രൂപ വേണം ഇത് രണ്ടും വാങ്ങാനില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി പാർട്ടിലെ ബാക്കി ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.